എല്ലാവർക്കും നമസ്തേ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസങ്ങളായി FBയിൽ അങ്ങനെ പോസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ ലൈവ് ഇടാനോ ഒന്നും വരാറില്ല. സമയം കിട്ടാറില്ല. അത് മാത്രമല്ല, നമുക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. കാരണം ഇന്ന് FB തുറക്കുമ്പോൾ പലപ്പോഴും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിലും ലോകത്തില്ലാത്ത സർവമാന പ്രശ്നങ്ങളും ഈ FB തുറന്നു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്തിനാണ് നമ്മൾ വെറുതെ ചെന്ന് കയറിയിട്ട് പ്രശ്നം മേടിക്കുന്നതെന്ന് കരുതിയിട്ട് കുറച്ച് നാളായിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ചല്ല ഇന്ന് സംസാരിക്കാൻ വന്നത്. ഇന്ന് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ്, അതായത് ഒരു എന്താ പറയുക, ഇസ്രായേലി ദമ്പതികൾ, ഒരു ഭാര്യയും ഭർത്താവും കൂടെ നമ്മളുടെ തേക്കടി ആ ഭാഗത്ത്, അതായത് വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് അവർ രണ്ടുപേര്, ഒരു ഭാര്യയും ഭർത്താവുമാണ്. അവർ വന്ന് അവിടെ എന്താ പറയുക, ഇപ്പം നമ്മൾ സാധാരണ പല സ്ഥലങ്ങളിലും നമ്മൾ ടൂർ പോവാറുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ മാത്രമൊന്നുമല്ല, നമ്മൾ പല സ്ഥലങ്ങളിലും ഔട്ട് ഓഫ് കൺട്രി പോകുന്ന കുറേ ആൾക്കാരുണ്ട്. ഇന്നിപ്പോൾ എല്ലാവരും ലൈഫൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു മൂഡിലാണ്. പണ്ടത്തെ പോലെയൊന്നുമല്ല. എല്ലാവരുടെ കയ്യിലും അത്യാവശ്യം പൈസയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള വഴികൾ അവർ കണ്ടെത്തുന്നുണ്ട്. പൈസ ഇല്ലെങ്കിലും ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് അത് നന്നായി ജീവിച്ചു തീർക്കണം എന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ്. അപ്പോ ഈ പറയുന്ന പോലെ തേക്കടിയിൽ, നമസ്തേ സജിത്ത്, എന്തു പറയണു? സുഖമായിട്ടിരിക്കുന്നു സജി? അപ്പോ ഈ പറയുന്ന ഇസ്രായേലി ദമ്പതികള് അവര് അവിടെ വിനോദസഞ്ചാരത്തിന് വന്നതാണ്. ആ വിനോദസഞ്ചാരത്തിന് വന്നിട്ട് ഞാനൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പൊ ഈ വിനോദസഞ്ചാരത്തിന് വന്നിട്ടുള്ള ഇസ്രായേലി ദമ്പതികള് ഒരു കടയില് പർച്ചേസിങ്ങിന് കയറുകയാണ്. അതായത് നമ്മൾ ടൂർ പോയി കഴിഞ്ഞാൽ അതിനോടനുബന്ധിക്കുന്ന പല ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അവിടെ അവര് അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാൻ ചെന്നപ്പോൾ ആ സാധനങ്ങൾ മേടിക്കാൻ ചെന്ന അവരോട് പറയാണ്, അവര് എവിടുന്നാണ്, വേർ യു ഫ്രം എന്ന് ചോദിച്ചപ്പം അവര് പറഞ്ഞു ഞങ്ങള് ഇസ്രായേലിൽ നിന്നാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് കേട്ടതേ അവിടെ രണ്ട് മാന്യമായിട്ടുള്ള രണ്ട് മതവെറിയന്മാരെന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഒരു പ്രത്യേക വർഗത്തിൽപ്പെട്ട രണ്ട് മതവെറിയന്മാരായിരുന്നിരിക്കാം, ഐ തിങ്ക്. അവര് കാശ്മീരികളാന്ന് പറയുന്നു. കാരണം ഈ തേക്കടി ആണെങ്കിലും പിന്നെ വിനോദസഞ്ചാരങ്ങളുടെ ഒട്ടുമുക്കാൽ ഭാഗങ്ങളിലും കടകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ പറയുന്ന ഗുജറാത്ത്, പിന്നെ കാശ്മീര്, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കച്ചവടക്കാരും ഉണ്ട്, നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ ബിസിനസ് സ്ഥാപനങ്ങളിൽ, അതുപോലെ ഇതുപോലുള്ള വിനോദസഞ്ചാരങ്ങളിലുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ കച്ചവടം ചെയ്യുന്നത് മുഴുവനും ഒരു വിഭാഗത്തിൽ, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ നാടിന്റെ ഏതൊരു ഭാഗത്ത് നോക്കിയാലും മനസ്സിലാവും. ശബരിമല എടുത്താൽ മനസ്സിലാവും, ഗുരുവായൂർ എടുത്താൽ മനസ്സിലാവും, മൂകാംബിക എടുത്താൽ മനസ്സിലാവും. ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഏതാണോ അവിടെ മുഴുവനും കച്ചവടങ്ങൾ നടത്തുന്നത് ഈ ഒരു പ്രത്യേക വിഭാഗത്തിൽ, പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ്. ഞാൻ ഈ പറയുന്നതിനോട് ആർക്കും ഹാലിളകിയിട്ട് കാര്യമില്ല, സത്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഹാലിളകിയിട്ട് ഒരു കാര്യമില്ല. ഹാലിളകാന്നുണ്ടെങ്കിൽ അത് സ്വയം ഇളകേ നിവൃത്തിയുള്ളൂ. അതിന് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പൊ ഈ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ഈ മനുഷ്യര് ഈ ഷോപ്പുകളൊക്കെ എടുത്തിട്ട് ഈ കച്ചവടങ്ങളൊക്കെ നടത്തുമ്പോൾ ആ ഷോപ്പിൽ കയറി വരുന്ന മനുഷ്യരോട് നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്, ഏത് ജാതിയാണ്, ഏത് രാജ്യമാണെന്നൊന്നും ചോദിക്കേണ്ട അർഹതയൊന്നും ഇവർക്കില്ല. അവർക്ക് അവരുടെ സാധനങ്ങൾ കൊണ്ടുവന്നാൽ അത് കച്ചവടം ചെയ്യുക, മിണ്ടാതെ പൈസ മേടിച്ചു വെക്കുക, കൊടുക്കണമെങ്കിൽ അത്രയേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് അവരുടെ ജാതി കാർഡ് ചോദിച്ചു കളിക്കുക, അവരുടെ രാജ്യത്തിന്റെ കാർഡ് ഏതാന്ന് ചോദിക്കുക, ആ ജാതി പരിപാടികളൊന്നും നമ്മുടെ ഈ കേരളത്തിൽ നടത്തേണ്ട കാര്യമില്ല. പക്ഷെ കേരളം ഈ പ്രത്യേക വിഭാഗത്തിന് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും കേരളം, ഭാരതം മാത്രമല്ല, കേരളം ഒരു പ്രത്യേക വിഭാഗത്തിന് തീരെഴുതി കൊടുത്തു കഴിഞ്ഞു പിണറായി വിജയനും പിന്നെ അദ്ദേഹത്തിന്റെ മരുമകൻ പിന്നെ ബഹുമാനപ്പെട്ട റിയാസും. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് കേരളത്തിന് മൊത്തം തീരെഴുതി കൊടുത്തത് കൊണ്ട് ഈ വരുന്ന യുവന്മാർക്ക്, ഈ പ്രത്യേക വിഭാഗക്കാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ വന്നു നിൽക്കുന്നത്. അപ്പൊ ഈ ഇസ്രായേലി ദമ്പതികൾ ആ കടയിലേക്ക് വന്നിട്ട് അവിടെ നടക്കുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ നിങ്ങളെ ഒന്നും കൂടെ കാണിക്കാം, പ്ലീസ്.
നിങ്ങൾ നോക്കുമ്പോഴ് നമ്മുടെ ആ പ്രത്യേക വിഭാഗക്കാരനെ നോക്കണം, താടിക്കാരനെ നോക്കണം. രണ്ടും താടിക്കാരാണ്, പക്ഷെ ഒരുത്തൻ ഒരു ആട്ടുമുട്ടന്റെ താടി പോലെ വെച്ച ഒരുത്തനുണ്ട്, അവനെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഞാനത് സ്റ്റോപ്പ് ചെയ്യാണ്. അവര് ചോദിക്കുന്നുണ്ട് ഞങ്ങള്, അപ്പൊ അവരെ അവിടെ നിന്ന് കടയിൽ നിന്ന് ഇറക്കി വിട്ടു. അവരെ കടയിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അവര് തമ്മിൽ മറ്റൊരു കടക്കാരനോട് സംസാരിച്ച് നിൽക്കുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ടുവന്ന ഡ്രൈവർ എന്ന് പറയുന്ന സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അവരെ കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പൊ ആ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന മനുഷ്യൻ അത് കേട്ടിട്ട് അയാള് ഇത് ഏതാണെന്ന് ചോദിച്ചു വന്നപ്പോൾ പറയുന്നു, ഇങ്ങനെ കടയിൽ കയറിയപ്പം അവര് ജൂതന്മാരാണ്, അവർക്ക് സാധനങ്ങൾ കൊടുക്കില്ലെന്ന് പറഞ്ഞു എന്ന്. അവര് ജൂത ദമ്പതികളാണ്, അതുകൊണ്ട് അവർക്ക് സാധനങ്ങൾ കൊടുക്കില്ലെന്ന്. നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ ഇട്ടാവട്ടത്തിൽ കിടക്കുന്ന ഈ ഉഗാണ്ട പോലത്തെ ഈ കേരളം എവിടെ വരെ എത്തി? ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. നമ്മുടെ കേരളത്തിൽ കച്ചവടത്തിന് വന്നിട്ടില്ല, ഈ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ വെറും കച്ചവടത്തിന് വന്നിട്ട് നമ്മുടെ കേരളത്തിൽ സ്ഥാപനം തുറന്നു വെച്ചിട്ട് ഇരിക്കുന്ന മതേതര കേരളത്തിലാണ്, ഈ നവോത്ഥാന കേരളത്തിലാണ്, പിണറായി വിജയന്റെ കേരളത്തിലാണ്, നമ്മുടെ റിയാസ് ഖാന്റെ, അതായത് ഏറ്റവും കൂടുതൽ എന്താ പറയാ വിനോദസഞ്ചാരങ്ങൾക്ക് സർവമാന കോപ്പ് കൂട്ടിയിരിക്കുന്ന, എല്ലാ തരത്തിലും തുറന്നു വെച്ചിരിക്കുന്ന നമ്മുടെ റിയാസ് ഖാന്റെ കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത്. എന്ത്? വെറും ജൂതന്മാരാണ് അവര്. അതായത് നമ്മുടെ നാട്ടിലേക്ക് ടൂർ വന്നിട്ട് അവര് നമ്മുടെ നാട്ടിൽ വന്നിട്ട് സാധനങ്ങൾ മേടിക്കുമ്പോൾ അവരോട് പറയണം, നിങ്ങൾ ജൂതന്മാരായതുകൊണ്ട് നിങ്ങൾക്ക് സാധനം തരില്ല എന്ന്. അതാ പറയുന്നതില് ഒരു ആട്ടുമുട്ടന്റെ താടി വെച്ച പോലത്തെ ഒരു സാധനം ഉണ്ട്. ഇതിനൊക്കെ കാണുമ്പോഴേ പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഈ ജാതി മീശ വെക്കാതെ ആട്ടുമുട്ടന്റെ താടി പോലെ വെച്ചിട്ട് ഈ 4, 3, 7 രോമം ഇങ്ങനെ നീട്ടി വളർത്തിയിട്ടിരിക്കുന്ന ഇവന്മാരെ കാണുമ്പോഴേ ഭയമാണ് മനസ്സിലായി. പിന്നെ എങ്ങനെയാണ് ആ ജൂത ദമ്പതികൾ അവിടെ കയറിയെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എന്തിനവിടെ കയറിയെന്നും നമുക്കറിയില്ല. കാരണം ഈ വക ആൾക്കാര് ഹോട്ടൽ തുറന്നു വെച്ചാലും കടകൾ തുറന്നു വെച്ചാലും ഏത് ഷോപ്പിൽ കച്ചവടത്തിന് നിൽക്കുമ്പോഴും നമുക്ക് ഈ വക വർഗ്ഗങ്ങളെ കാണുമ്പോഴേ ഇപ്പൊ പേടിയാണ്. ഞാൻ എന്റെ ഭയമാണ് പറയുന്നത്, ഒരു വർഗ്ഗങ്ങളെ ഞാൻ അധിക്ഷേപിക്കാനായിട്ട് പറയുന്നതല്ല. അങ്ങനെ ആരും ധരിക്കേണ്ട കാര്യമില്ല. എന്റെ വികാരം എനിക്ക് പറയാലോ, എന്റെ ധാരണ അല്ലെങ്കിൽ എന്റെ മാനസികാവസ്ഥ അത് എനിക്ക് തുറന്നു പറയാലോ. അപ്പൊ ഇതുപോലുള്ള ഈ ആട്ടുമുട്ടന്റെ താടിയും വെച്ചിട്ടുള്ള ഈ ജാതി ആൾക്കാരെ കാണുമ്പോൾ ഒന്നുകിൽ നമ്മൾ വഴി ഒഴിഞ്ഞു പോവുക, അതാണ് നല്ലത്. ഇവന്മാരുടെ പിന്നെ മുന്നിലേക്കൊന്നും ചെന്ന് കേറി കൊടുക്കരുത്. കാരണം ചേനത്തണ്ടന്റെ വിഷമാണ്. മൂർഖനോ അല്ലെങ്കിൽ പിന്നെ വെള്ളിക്കെട്ടനോ അതിനൊക്കെ രാജവെമ്പാളിയോ അതൊക്കെ നേർക്ക് നേരെ വന്നിട്ട് പിന്നെ കൊത്തിയാലും നമുക്ക് മരുന്നുണ്ട്. പക്ഷെ ഈ ചേനത്തണ്ടൻ കടിച്ചാൽ അതിന് മരുന്നില്ല. അപ്പൊ ഈ ജാതി ആട്ടുമുട്ടന്റെ താടിയും വെച്ച ചേനത്തണ്ടന്മാര് തലയ്ക്ക് മതം പിടിച്ച ഈ ജാതി ചേനത്തണ്ടന്മാരുടെ മുന്നിൽ ചെന്ന് കേറി കൊടുക്കരുത് എന്നാണ് എന്റെ ഒരു പിന്നെ അഭ്യർത്ഥന നിങ്ങളോട്. അപ്പൊ ആ ആട്ടുമുട്ടന്റെ താടി വെച്ച് അവൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. അത് തക്കിയ. ആ അടവിനെ പറയുന്നതാണ് തക്കിയ. കാരണം കാര്യങ്ങള് അവന്റെ കൈവിട്ട് പോയി എന്ന് കാണുമ്പോ അവൻ കാണിക്കുന്ന ആ പണിക്ക് പറയുന്ന പേരാണ് തക്കിയ. ഇപ്പൊ ഇവന്മാര് മുഴുവനും നമ്മുടെ നാട്ടില് തക്കിയ എന്നുള്ള ഏർപ്പാടും കൊണ്ടാണ്. തക്കിയ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ തലയിണ എന്നൊരു അർത്ഥമുണ്ട്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തക്കിയ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ തലയിണ എന്നാണ്. ഉറുദുവിൽ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പൊ ഈ തക്കിയ എന്ന് പറയുമ്പോൾ തലയിണ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് സോഫ്റ്റ് ആക്കുന്ന ഒരു പരിപാടിയാണല്ലോ തലയിണ. നമുക്കൊന്ന് തല വെച്ച് കിടക്കാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് ചാരിയിരിക്കാനോ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഗതി കിട്ടുന്ന ഒരു സംഗതിയാണ് തക്കിയ. അപ്പൊ ഈ പറയുന്ന പ്രശ്നത്തിൽ നാട്ടുകാർ ഇടപെട്ടു, തല്ല് കിട്ടും എന്ന് വന്നപ്പോ അവന്മാര് അടവ് മാറ്റിയിട്ട് പറയുന്ന എന്താണ്, ഞങ്ങൾക്ക് അബദ്ധം പറ്റി, ഞങ്ങൾക്ക് പിന്നെ അറിവില്ലാതെ അറിവില്ലാതെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് തടിയൂരാൻ നോക്കുന്ന ആ പണിക്ക് പറയുന്ന പേരാണ് തക്കിയ. അന്നേരം അവന്മാർ അവരുടെ തക്കിയ പുറത്തേക്ക് എടുത്തു. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ മുഴുവനും ഒടിച്ചു മടക്കി 10 ആക്കി 15 ആക്കിയിട്ട് ഇവന്മാരുടെ പോക്കറ്റിനകത്ത് കയറ്റാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് തക്കിയ.
അപ്പൊ ആ പറയുന്ന ആ ജൂത ദമ്പതികളില് ഒരു ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? ഇല്ല. ഞങ്ങൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ വേറിട്ട് കാണുന്നു? നമ്മൾ ജൂയിഷ് ആയാലും നമ്മൾ മുസ്ലിംസ് ആയാലും നമ്മൾ ഹിന്ദുസ് ആയാലും ആരാണെങ്കിലും ശരി, നമ്മൾ ഈ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും പോകുന്നവരാണ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇടചേർന്ന് പെരുമാറേണ്ടവരാണ് എന്ന് പറയുമ്പോ ആ ജൂത ദമ്പതികൾക്ക് പോലും അത് പറയാൻ തോന്നുമ്പോ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഈ കച്ചവടം ചെയ്യുന്ന ഈ അല്പന്മാർക്ക് എന്തുകൊണ്ടാണ് തലയ്ക്കകത്ത് വെളിവില്ലാതായി പോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഇവരുടെയൊക്കെ കൊടിയ വിഷം? ഇവര് നമ്മളെ പറയുന്നുണ്ടല്ലോ, നമ്മൾ ഭയങ്കര പിന്നെ എന്താ പറയാ വർഗീയത പറയുന്നു എന്ന് 24 മണിക്കൂറും 365 ദിവസവും നമ്മളെ പറയുന്നുണ്ടല്ലോ വർഗീയതയാണ്. ഇപ്പൊ ഞാൻ ഈ പറയുന്നതിന്റെ പേരിലും എന്റെ വീഡിയോസ് എടുത്തുകൊണ്ട് പോയിട്ട് കുറെ മാന്യന്മാരുണ്ട്, ഞാൻ വർഗീയത പറയാന്ന് പറയും. ഞാൻ വർഗീയത പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്തത് എന്താണ്? അപ്പൊ അതിന് തൊട്ട് മുമ്പ് ഒരു ഓസ്ട്രേലിയൻ ദമ്പതികൾ വന്നിട്ട് അവര് നമ്മുടെ എന്താ പറയാ കൊച്ചി സന്ദർശിക്കാനായിട്ട് ഒരു ഓസ്ട്രേലിയൻ ദമ്പതികൾ വന്നിട്ട് അവര് പാലസ്തീനിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു പോസ്റ്റർ കണ്ടപ്പോ ആ പോസ്റ്റർ വലിച്ചു കീറി, എന്നിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ ആ മനുഷ്യരെ നാട്ടുകാർ മൊത്തം പിന്നെ കൂടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. പോലീസ് വരുന്നു, പിടിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ ആകെ മൊത്തം ബഹളമായിരുന്നു ആ ഓസ്ട്രേലിയൻ ദമ്പതിമാരോട്. കാരണം പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പോസ്റ്റർ കണ്ടപ്പം അവർക്ക് ഹാലിളകി. അത് മനുഷ്യനായിട്ട് ഇരിക്കുന്നവർക്കൊക്കെ അത് ഹാലിളകും. മനുഷ്യനായി ചിന്തിക്കുന്നവർക്കും നോർമലായിട്ട് ചിന്തിക്കുന്നവർക്കും തലയ്ക്കകത്ത് തലച്ചോറ് തന്നെയാണെന്നുണ്ട് ഉള്ളവർക്കും ഈ പറയുന്ന പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ആർക്കായാലും അത് രോഷം വരും. കാരണം സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്നവന് ഈ ജാതി കുത്തിത്തിരിപ്പുകളും ഈ പരിപാടികളും കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരും. അപ്പൊ പാലസ്തീൻ പിന്നെ ഐക്യദാർഢ്യ പോസ്റ്റ് കണ്ടപ്പോഴ് ഓസ്ട്രേലിയൻ ദമ്പതിമാർക്ക് ഒരു ഭയങ്കരമായിട്ട് അവർ ആ പോസ്റ്റ് വലിച്ചു കീറുകയൊക്കെ ചെയ്തു. അപ്പൊ അവര് വെറും എന്താ പറയാ നമ്മുടെ നാട്ടിലേക്ക് വന്ന വിനോദസഞ്ചാരികൾ മാത്രമാണ്, അവർക്ക് അതിനെക്കുറിച്ച് എന്താ പറയാ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അവരറിയാതെ റിയാക്ട് ചെയ്തു പോയി. അപ്പൊ അതിന്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്യലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തലും നാട്ടുകാർ മൊത്തം അവരെ പിന്നാലെ നടക്കലും നമ്മുടെ നാട്ടിലുള്ള സർവമാന മീഡിയാസിനും അത് ഭയങ്കര ആഘോഷമായിരുന്നു. പക്ഷെ ഈ പറയുന്ന ജൂത ദമ്പതിമാർക്ക് ഒരു വിഷയം വന്നപ്പോൾ ഒരാൾക്കും മിണ്ടാട്ടമില്ല. ഞാൻ മറുനാടനെ കണ്ടാണ് അതിന് വാർത്ത കൊടുത്ത് ഞാൻ കണ്ടത്, വേറെ ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള മെയിൻ മാധ്യമങ്ങൾക്ക് മാപ്രകൾക്കൊന്നും ഇപ്പോ നാവ് പൊങ്ങുന്നില്ല. ഏഷ്യാനെറ്റോ മനോരമയോ മഞ്ഞരമയോ അല്ലെങ്കിൽ മലരഭൂമിയോ ഇതൊന്നും ഏഷ്യാനെറ്റിനൊന്നും ഇപ്പൊ നാക്ക് പൊന്തുന്നില്ല. കാരണം ഈ ജൂതന്മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അത് നാണക്കേടല്ലേ, കുറച്ചില്ലല്ലോ, നമ്മൾക്കത് പറ്റില്ലല്ലോ. നമ്മള് ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന അടിമകളല്ലേ, നമുക്ക് ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന അടിമകളാണ്. കഴുത്ത് വരെ പോകാനായി. കേരളം മൊത്തം തീറെഴുതി കഴിഞ്ഞു. കേരളം മൊത്തം അല്ല, ഇന്ത്യ മഹാരാജ്യം മൊത്തം തീറെഴുതി കഴിഞ്ഞു ഒരു വഖഫിന്റെ പേരും പറഞ്ഞിട്ട്. അപ്പൊ ആ വഖഫിന്റെ പേരും പറഞ്ഞിട്ട് കേരളം മൊത്തം തീറെഴുതി കഴിഞ്ഞു. ഇനിയിപ്പോ ഇതുപോലുള്ള തോന്നിവാസങ്ങളും കൂടി കാണിക്കുമ്പോൾ നമ്മൾ മൊത്തം അടിമക്കണ്ണന്മാരായിട്ട് നമ്മൾ ജീവിക്കുകയാണ്. ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് എന്നും നമ്മൾ തല കുനിച്ചു കൊടുത്ത് അവസാനം ഇനി നമുക്കിനി പോകാനായിട്ട് ബാക്കിയൊന്നുമില്ല, എല്ലാം പോകാനായിട്ടുണ്ട്. ഈ തോന്നിവാസങ്ങൾ മുഴുവൻ പറയുന്നത് എവിടെയോ ഒരു കിതാബും പൊക്കി പിടിച്ചോണ്ടാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങള്. കിതാബിന്റെ കാര്യം പറയുമ്പോ 10,000 വർഷങ്ങൾക്ക് മുമ്പ്, അപ്പൊ ഈ കോടാനുകോടി, അതായത് ഇത്രയും ദശാബ്ദങ്ങൾ മുൻപ് ഉണ്ടായ ഒരു സനാതന സംസ്കാരം ഇവിടെയുണ്ട്. അതിനേക്കാളേറെ മതഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. ഈ സനാതന സംസ്കാരത്തിനെ കുറിച്ചിട്ടും ഇതുപോലുള്ള മതഗ്രന്ഥങ്ങളെ കുറിച്ചും നമുക്ക് ഒരുപാടുണ്ട്. മഹാഭാരതമാണെങ്കിലും രാമായണമാണെങ്കിലും മറ്റുള്ള ഏതൊരു കാര്യം, ഭഗവത്ഗീതയാണെങ്കിലും ഏതൊക്കെ മതഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ആ മതഗ്രന്ഥങ്ങളില് നമ്മൾ നല്ലത് മാത്രം ഉൾക്കൊള്ളുന്നു, അല്ലാത്തത് നമ്മൾ തള്ളിക്കളയുന്നു, അല്ലേ? പക്ഷേ ഈ പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന് ഒരേ ഒരു കിതാബാണ് ഉള്ളത്. ആ ഒരേ ഒരു കിതാബ്, ഭഗവാനെ വേറെ ഒരുപാട് കിതാബ് ഉണ്ടാവാഞ്ഞത് ഭാഗ്യം. നമ്മളെ പോലെയൊക്കെ ഡിഫറെന്റ് കിതാബ് ഉണ്ടായിരുന്നെങ്കിൽ ഇവന്മാർ എന്തോ ആയി തീർന്നേനെ, എനിക്കറിയാൻ പാടില്ല, നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അപ്പൊ ഒരു കിതാബ് തന്നെ പൊക്കി പിടിച്ചിട്ട് ഇവിടെ നാട്ടിൽ ജീവിക്കാൻ വയ്യ. ആ ഒരു കിതാബ് തന്നെ ഉണ്ടായിട്ട് മനുഷ്യന് ജീവിക്കാൻ വയ്യ, സമാധാനവും ഇല്ല, ശാന്തിയില്ല, യാതൊന്നുമില്ല. അപ്പോ ആ കിതാബിന്റെ പേരും പറഞ്ഞിട്ടാണ് ഈ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസം ഓർക്കുമ്പോ എനിക്ക് ഉള്ളാലെ ചിരിക്കണോ കരയണോ എന്ന് എനിക്കറിയുന്നില്ല. ഈ കിതാബിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ കാണിക്കുന്നത്. കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്, എല്ലാവരെയും നമ്മള് അമുസ്ലിമിനെ മുഴുവനും ശത്രുവായിട്ട് കാണണം. ഓ ശരി, എന്നാ അതേപോലെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്, നീ പിന്നെ പടച്ചോന് വേണ്ടി യുദ്ധം ചെയ്യുമ്പം നിനക്ക് 72 ഹൂറിമാരും പിന്നെ മറ്റുള്ളവരും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എവിടെയാണെന്നറിയോ? അങ്ങ് സ്വർഗത്തിലാ.
എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന പ്രത്യേക വിഭാഗക്കാരിൽ ഈ കിതാബൊക്കെ പഠിച്ച് അരിച്ചു കുറിച്ച് പഠിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഉസ്താദ്, ബാക്കി സാധാരണക്കാരനെയൊക്കെ വിട്ടോ, ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഉസ്തു പോയിട്ട് സ്വർഗത്തിൽ പോയിട്ട് ആ 72 ഹൂറികളിൽ ഒരു ഹൂറിയുടെ കൂടെയെങ്കിലും കിടന്നിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവോ ആരെങ്കിലും കണ്ടതുണ്ടടേ? നിങ്ങൾ ഒന്ന് പറയപ്പ. ഞാൻ ചോദിക്കുന്ന ഈ പ്രത്യേക വിഭാഗത്തിനോടാണ്, നമ്മുടെ നാട്ടിലുള്ള ഈ പ്രത്യേക മതവെറി പൂണ്ട ഈ വിഭാഗത്തിനോട്, ഉസ്താദുമാരോടാ ചോദിക്കുന്നത്. ബാക്കി പാവം മുസ്ലിങ്ങളെ മാറ്റി നിർത്തിക്കോ, സാധാരണക്കാരനായി മുസ്ലിങ്ങളെ മാറ്റി നിർത്തിക്കോ. ഈ വായ തുറന്നു കഴിഞ്ഞാല് ഈ പറയുന്ന എന്താ പറയാ, ബെഡ്റൂമിൽ നടക്കേണ്ട സർവമാന വിഷയങ്ങളും, പിന്നെ എങ്ങനെ ബന്ധപ്പെടണം, എങ്ങനെയൊക്കെ ഏത് ഭാഗത്ത് കൂടെ ബന്ധപ്പെടണം, ഏത് ഭാഗം വഴിക്ക് ഈ പരിപാടികളൊക്കെ നടത്തണം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കുന്ന എന്റെ പൊന്നുസ്താദുമാരെ, നിങ്ങൾ ഈ ഇതുങ്ങളുടെ തലയ്ക്കൊക്കെ തൊട്ട് ഈ മതവരി കുത്തിക്കയറ്റി ഈ ജാതി പരിപാടികളെ കുറിച്ചിട്ട് ഞാൻ ചോദിക്കണ പോലെ മുത്തുച്ചിപ്പിയൊക്കെ മാറി നിൽക്കണം. ഇന്നിപ്പോ മുത്തുച്ചിപ്പിയൊന്നും ഇല്ലല്ലോ, ഇന്നിപ്പോ വേറൊരു ലെവലിലാണ്. അപ്പൊ അതുവരെ മാറി നിൽക്കുന്ന അവസ്ഥയിൽ ഈ ക്ലാസ് എടുക്കുന്ന എന്റെ പൊന്നുസ്താദുമാരെ, നിങ്ങളൊന്ന് പറ, ഏതെങ്കിലും ഒരുത്തൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ അങ്ങ് സ്വർഗത്തിൽ പോയിട്ട് 72 ഹൂറിനെയും പ്രാപിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട്, ഒന്നാമത് 72 എണ്ണത്തിനെയൊക്കെ പ്രാപിക്കാൻ പോയിട്ട് എവനൊക്കെ ഒരെണ്ണത്തിനെ തന്നെ കൂട്ടി കൂടും, എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ പ്രാപിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തൻ ഒരു തെളിവും കൊണ്ട്, എന്തെങ്കിലും ഒരു തെളിവും കൊണ്ട് ആരെങ്കിലും ഉണ്ടടേ? നിങ്ങളൊന്ന് ചിന്തിക്ക് പരസ്പരം, ഇനിയെങ്കിലും. കാരണം മനുഷ്യനോട് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഫോർ എക്സാമ്പിൾ പറയുമ്പോ, ഈ കിതാബിനെ കുറിച്ച് പറയുമ്പോ ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. നമുക്ക് മഹാഭാരതത്തിന്റെ മുഴുവൻ കഥകളും നമ്മൾ ഒരുവിധം കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്നതാണ്. മഹാഭാരതത്തിലെ പാഞ്ചാലി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. മഹാഭാരതത്തിലെ പാഞ്ചാലി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരാണ്. 5 ഭർത്താക്കന്മാരാണ്. ഈ 5 ഭർത്താക്കന്മാര് ഈ പുസ്തകത്തിൽ, കിതാബിൽ നമ്മുടെ മഹാഭാരതത്തില് പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊക്കെ ഇറങ്ങി തിരിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു? ഇവന്മാര് പറയുന്നുണ്ടല്ലോ 72 ഹൂറിനെ കിട്ടും. ഇവന്മാർക്ക് പിന്നെ പെണ്ണുങ്ങളുടെ ഭാഗം പറയാൻ പാടില്ല. കാരണം സ്ത്രീകൾക്ക് ഇവന്മാരുടെ കണക്കിൽ സ്ത്രീകളെ ഇവർ കണക്കി കൂട്ടിയിട്ടേ ഇല്ല. അത് ഞമ്മന്റെ കൃഷിയിടമാണ്. ആ കൃഷിയിടത്തിൽ ഞമ്മക്ക് എപ്പോ വേണമെങ്കിലും കൃഷി ചെയ്യാം. വേലി പൊളിച്ച് അകത്ത് കിടക്കാം, വേലി ഉണ്ടെങ്കിൽ അകത്ത് കിടക്കാം, ചാടിക്കിടക്കാം. അത് കൃഷിയിടം മാത്രമാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ കൃഷിയിടം മാത്രമാണ്. അപ്പോ ആ സ്ത്രീകളെ കൃഷിയിടം മാത്രമായിട്ട് കാണുന്ന ആണെങ്കിൽ കൂടിയിട്ടും ഞാൻ ചോദിക്കട്ടെ, ഈ കിതാബിൽ വായിച്ച സംഗതികൾ കൊണ്ടാണ് ഇവന്മാർ ഈ കാണിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെയും കിതാബുകൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ മഹാഭാരതത്തിൽ നമ്മുടെ ഈ സ്ത്രീകള്, സനാതന ധർമ്മപ്രകാരം ജീവിക്കുന്ന സ്ത്രീകള്, പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അങ്ങ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതേപോലെ കുന്തി ദേവി സ്വന്തം ഭർത്താവായ ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണില്ലെന്ന് പറഞ്ഞിട്ട് അവരുടെ അവസാന കാലം വരെയും സ്വന്തം കണ്ണ് മൂടിക്കെട്ടി ജീവിച്ച ഒരു സ്ത്രീയാണ് കുന്തി ദേവി എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോ ഇന്നിപ്പോ ഏതെങ്കിലും സ്ത്രീകൾ അവനവന്റെ ഭർത്താവിന് കണ്ണ് കാണില്ല എന്ന് പറഞ്ഞിട്ട് മൂടിക്കെട്ടി ജീവിക്കാൻ പറ്റുമോ? നടക്കണ കാര്യമാണോ? പണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിലും നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അത് നല്ലത് നമ്മൾ കൊള്ളണം, അല്ലാത്തത് തള്ളണം എന്നാണ് നമ്മൾ ശീലിച്ചത്. ഇത് ഒരു കിതാബിന്റെ പേരും പറഞ്ഞിട്ട്, കിതാബിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് 72 ഹൂറിമാർക്കും സ്വർഗത്തിനും വേണ്ടിയിട്ട് ലോകത്ത് മനുഷ്യന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് സമാധാനം തരാതെ ഈ ജാതി പരിപാടികൾ കാണിക്കുന്ന ഇവന്മാരെ ഏത് തരത്തിലാണ് നേരിടേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ നാളെ എന്റെ പേർക്ക് വർഗീയവാദി എന്ന് പറഞ്ഞിട്ട് വരും ഓരോരുത്തർ ചാപ്പ കുത്താനായിട്ട്. എനിക്ക് വർഗീയ ചാപ്പയ്ക്ക് ഒരുപാട് വർഷം മുമ്പ് കിട്ടിയതാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിന് മാത്രം നിങ്ങൾ സമാധാനം പറഞ്ഞാൽ മതി. ഗ്രന്ഥങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടെന്നേ. കിതാബും പൊക്കി പിടിച്ച് വരണമെങ്കിൽ നമുക്ക് ഒരുപാട് കിതാബുകളുണ്ട്. ആ കിതാബിൽ പറഞ്ഞ പോലെയൊക്കെ നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ? അപ്പൊ നമുക്ക് മുന്നോട്ടല്ലേ പോണ്ടത്? കുഴിയാനയുടെ പോലെ പിന്നോട്ടാണോ? ഇവന്മാര് കുഴിയാനയുടെ പോലെ പിന്നോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ജൂത ദമ്പതിമാര് വന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? പിന്നെ എന്തിന് ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത്? എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ വെരി സോറി. ആ ആട്ടുമുട്ടന്റെ താടി വെച്ച പോലത്തെ അവൻ പറയുന്നുണ്ട്. 4, 3, 7 രോമം അങ്ങനെ തൂങ്ങി കിടക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ ആ ആട്ടുമുട്ടന്റെ താടി വെച്ച പോലത്തെ അവൻ പറയുന്നുണ്ട്, ഞങ്ങൾ വി ആർ വെരി സോറി എന്ന്. അത് ഇവന്മാരുടെ വെറും അടവ് നയമാണ്. ഇപ്പൊ അവന്മാരെ അവിടെ നിന്ന് മുങ്ങി നോക്കിയാ കേൾക്കുന്നത്. ഇന്റലിജൻസ് വന്നു, അപ്പോഴേക്കപ്പോഴേ ഇന്റലിജൻസ് വന്നു. ഈ ജാതി പരിപാടികൾ നടത്തുന്ന നമ്മുടെ നാട്ടിലുള്ള ഇതുപോലുള്ള കടകളായാലും ഇതുപോലുള്ള സ്ഥാപനങ്ങളായാലും എല്ലാവരും ഇതൊന്ന് അറിഞ്ഞിരിക്കേണ്ടതും ഇതൊന്ന് ചെക്ക് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. കാരണം ഏത് രൂപത്തിലാണ് നമ്മുടെ നാട്ടില് ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാനോ പറയാനോ ചിന്തിക്കാൻ പോലും പറ്റില്ല.
അവിടത്തേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഭരിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തിന് പ്രീണനം നടത്തി മനുഷ്യന്റെ സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കി തീർത്ത് അവന് സമാധാനമായിട്ട് ജോലി ചെയ്താൽ പോലും അവന്റെ കുടുംബത്ത് പോലും ഇരുന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീക്കി ഈ ഒരു പ്രത്യേക വിഭാഗത്തിനെ താരാട്ടുപാടി തൊട്ടിൽ കെട്ടി താരാട്ടുപാടി രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഈ കഴിഞ്ഞ വർഷങ്ങൾ അത്രയുമായിട്ട് കഴിഞ്ഞ 10-70 വർഷങ്ങളായിട്ട് ഈ രണ്ട് കൂട്ടരും രാഷ്ട്രീയ പാർട്ടികളും താരാട്ടുപാടി മൂന്നാമത്തെ രാഷ്ട്രീയ പാർട്ടി എന്ത് ചെയ്യാൻ പോകുന്നു നമുക്കറിയില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്, അല്ലാണ്ട് ഞാൻ അവരെ മാത്രം മാറ്റി നിർത്തല്ല. അപ്പോ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചതായിട്ട് നമുക്കറിയാലോ, നമുക്ക് എക്സ്പീരിയൻസ് ആണ്, നമ്മുടെ അനുഭവമാണ്. ഈ അനുഭവം കൊണ്ട് ഇന്നിപ്പം 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതില് നാളെ എന്തായി തീരുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഈ കോൺഗ്രസ് സർക്കാർ ഭരിച്ചിട്ടാണ് കൊണ്ടുവന്നിട്ട് ഇപ്പം വഖഫ് എന്ന് പറയുന്ന ഒരു വക്ക് പൊട്ടിയ സാധനം കിടന്ന് ഇപ്പൊ എല്ലാവരുടെ തലയ്ക്ക് മുകളിലും വലിയൊരു വാളായിട്ട് തൂങ്ങിക്കൊണ്ടിരിക്കുന്നത് വഖഫ്. ഈ വക്ക് പൊട്ടിയ വഖഫ് ഒരു ഭാഗത്ത് ടെററിസം പോലുള്ള സംഭവങ്ങള്. കടയിലേക്ക് കയറി വന്ന ജൂതന്മാരാണ്, സാധനം കൊടുക്കൂല. അല്ലെങ്കിൽ നീ നാളെ പറയും നീ ഹിന്ദുവാണ്, എന്റെ കടയിലേക്ക് വരണ്ട. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരുമിച്ചൊരു തീരുമാനം എടുക്കാനേ, നമുക്ക് ആർക്കും ഇവന്മാരെ കടയിൽ നിന്ന് കയറണ്ട, നമുക്ക് വേണ്ട, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അപ്പൊ പറയും ഞാൻ ഇവിടെ വർഗീയത ഇളക്കി വിടുകയാണെന്നുള്ളത്. എനിക്ക് വർഗീയത ഇളക്കി വിടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. നിനക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം. അങ്ങനെ വൺ സൈഡ് വേണ്ട, വൺ സൈഡ് ട്രാഫിക് ആയിട്ട് ആ പരിപാടി ഇവിടെ നടക്കില്ല. ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടു കൂട്ടർക്കും, ഇല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും വേണ്ടാന്നേ. മര്യാദയാണെങ്കിൽ മര്യാദയ്ക്ക്. പണ്ട് നിങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞല്ലോ, ഇവന്മാരുടെ വർഗം വിളിച്ചു പറഞ്ഞത് കേട്ടിട്ടില്ലേ? മര്യാദയ്ക്ക് ജീവിച്ചാൽ നമുക്കൊക്കെ ഇവിടെ ജീവിക്കാം. ഇല്ലെങ്കിൽ കുന്തിരിക്കം മേടിച്ചു വെക്കേണ്ടി വരും, അരിയും മലരും മേടിച്ചു വെക്കേണ്ടി വരും, നിന്റെയൊക്കെ തീർക്കും നമ്മൾ. അതാണ് മുദ്രാവാക്യം. എത്ര വയസ്സായ കുട്ടിയാണ് വിളിച്ചത്? 9 വയസ്സോ 10 വയസ്സോ ഉള്ള കൊച്ചാണ് വിളിച്ചത്. നമ്മള് 9 വയസ്സും 10 വയസ്സുള്ള കൊച്ചുങ്ങളെ ഈ ജാതി പരിപാടി മറ്റുള്ളവരെ അങ്ങ് കാച്ചിക്കളയുന്നുള്ള പരിപാടിയാണോ പറഞ്ഞു കൊടുക്കുന്നത്? അല്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രത്യേക വിഭാഗക്കാരിങ്ങനെ ചെയ്യുന്നത്? യവന്മാരൊന്നും ഒരുപാട് പേര് കൂടിയായിരുന്നല്ലോ. ഇപ്പൊ പല ആൾക്കാരും, ഇപ്പൊ നമ്മുടെ സ്റ്റാൻലി സാറ് പറയുന്ന ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പല ആൾക്കാരും പറയുന്നുണ്ട് അതെല്ലാവരും അങ്ങനെയൊന്നുമല്ല, നല്ല മുസ്ലിങ്ങളും ഉണ്ട്, പിന്നെ ഇങ്ങനെയുള്ള ചിന്തിക്കുന്നവരും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ശരി, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ സ്റ്റാൻലി സാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എന്ത്? പട്ടിക്കാട്ടം 10 മുറിച്ചിട്ട് അതിൽ ഏത് പീസാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പീസ് എടുക്കും? എനിക്ക് ഫോർ എക്സാമ്പിളാ ഞാൻ ചോദിക്കുന്നത്. പട്ടിക്കാട്ടം 10 മുറിച്ച് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിന് അതിന്റെ ഒരു ജെനുവിനിറ്റി, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, സത്യമല്ലേ? ഇതേപോലുള്ള കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലും സംശയം വരും, നമ്മുടെ മനസ്സിലും ഭയം വരും. ഇതിലാരാ നല്ലത്, ആരാണ് ചീത്ത എന്ന് നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ മാനസികാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചത് ആരാണ്? ഇവന്മാരുടെ പ്രവൃത്തിയാണ്. കാരണം എന്താ വെച്ചാല് ഇവന്മാർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ഇവന്മാരുടെ വർഗത്തിലുള്ളവർ തന്നെ വന്നിട്ട് അതിന് വിമർശിക്കുന്നില്ല, അവരെ അംഗീകരിക്കുന്നു നിശബ്ദമായിട്ട്. ഇപ്പം സാധാരണ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാളെ കൊന്നു, ആ കൊന്നവനും കൊല്ലിക്കാൻ കൂട്ടുനിന്നവനും കുറ്റക്കാരനാണ്, ആണല്ലോ. ഒരാൾ കൊന്നു, ആ കൊന്നവനും ആ കൊല്ലിക്കാനായിട്ട് അതിന് എന്താ പറയാ കൂട്ടുനിന്നവനും കുറ്റക്കാരനാണ്. എന്താ കൊന്നവൻ മാത്രം കുറ്റക്കാരനായ പോരെ? ഈ കൊല്ലിക്കാനായിട്ട് അവന്റെ കൂടെ സഹായിക്കാൻ നിന്നവനെ എന്തിനാ പോലീസ് പിടിക്കുന്നത്? അപ്പൊ അത് ആ അനുഭവത്തിൽ നിന്നും ആ നിയമത്തിൽ നിന്നുമാണ് ഞാൻ പറയുന്നത്, ഒരു തെറ്റ് ഒരു സമൂഹം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോ ആ കൂട്ടത്തിലുള്ളവർ തന്നെ അത് എതിർക്കണം, എന്നാലേ അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുള്ളൂ. അത് മറ്റൊരു വർഗത്തിൽപ്പെട്ടവൻ പറയുമ്പോൾ അത് വർഗീയതയാവും. അപ്പൊ അതിന് പകരം എന്ത് വേണം? സ്വന്തം വർഗത്തില്, അതായത് ഈ പ്രത്യേക വിഭാഗക്കാര് തന്നെ ഈ പറയുന്ന സംഗതികളെ എതിർക്കാനായിട്ട് കൂടെ വരണം, അല്ലെങ്കിൽ അവരതിന് തയ്യാറാവണം. ഇല്ലെങ്കിൽ അവർ ഈ സമൂഹത്തിൽ നാളെ അങ്ങേയറ്റം മലിനമാക്കപ്പെടും. സത്യം ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ ഈ വഖഫിന്റെ പേരും പറഞ്ഞിട്ട് ഒരുപാട് തമാശകൾ നടക്കുന്നുണ്ട്. വഖഫിന്റെ പേരും പറഞ്ഞ് നാളെ നമ്മൾ താമസിക്കുന്ന വീട് പോലും ഈ വക്ക് പൊട്ടിയത് വന്നിട്ട് വഖഫിന്റേതാന്ന് പറയുമോ എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. അതാണ് ചിന്തിക്കേണ്ടത്. കാരണം ഇന്ന് എല്ലാവരുടെ മനസ്സിലും വല്ലാത്തൊരു ആദിയും വ്യാധിയും ടെൻഷനുമാണ്. ഈ പ്രത്യേക വിഭാഗക്കാർ താമസിക്കുന്ന ഇടങ്ങളില്, ഇനി അതല്ലാത്ത ഇടങ്ങളിലും ഇവരൊക്കെ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങൾ നിങ്ങൾ ഇതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ.
നമ്മൾ ഇനി ഇവന്മാരുമായിട്ട് എന്തെങ്കിലും ഒരു ഇടപാട് നടത്താൻ നമ്മൾ തയ്യാറാവോ? കാരണം സംശയം ഒരാളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ സംശയത്തിന് നമുക്ക് എന്താണ്, ഭയപ്പെട്ട കാട്ടിൽ അകപ്പെട്ടു പോയാൽ അനങ്ങുന്നതൊക്കെ പുലിയെന്ന് തോന്നും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഭയപ്പെട്ട കാട്ടിലാണ്, നമ്മളെ ഭയപ്പെടുത്തുകയാണ്. വഖഫിന്റെ പേരും പറഞ്ഞിട്ട് ഭയപ്പെട്ട കാട്ടിലാണ് ഇപ്പൊ നമ്മളെല്ലാവരും. ഈ ഭയപ്പെട്ട കാട്, ഈ കാട് ഉണ്ടാക്കാൻ ആരാ തയ്യാറായത്? ഇവിടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഭരിച്ചു മുടിച്ച നെഹ്റു മുതല് മഹാത്മാഗാന്ധി വരെ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട്. ഈ മഹാത്മാഗാന്ധി വരെ പ്രീണനം, ഈ ഒരു വിഭാഗത്തിന്, പ്രത്യേക വിഭാഗക്കാരുടെ പ്രീണനത്തിന് മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവെന്ന് അവകാശപ്പെടുന്ന, ഞാൻ അംഗീകരിക്കുന്നില്ല, രാഷ്ട്രപിതാവെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹം മുതല് നെഹ്റു, ഇന്ദിര, ഈ പറയുന്ന രാഹുൽ, എല്ലാവരും ഈ പ്രത്യേക മതവിഭാഗത്തിന്, ഈ മതപ്രീണനത്തിന് തയ്യാറാണ്. അവർക്കൊക്കെ വളം വെച്ചു കൊടുക്കുന്ന, അതായത് ഈ പ്രത്യേക വിഭാഗക്കാരെ തൊട്ടിൽ കെട്ടി ആട്ടി ഉഴിഞ്ഞു കുളിപ്പിച്ച് തൊട്ടിൽ കെട്ടി ആട്ടി ഉറക്കുന്ന പരിപാടി ചെയ്തിട്ടാണ് ഇവിടുത്തെ സാധാരണക്കാരന് പോലും ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മളെ തള്ളിവിട്ടു. ഇങ്ങനെ തള്ളിവിട്ടിട്ട് ഈ പറയുന്ന ആൾക്കാർ ഈ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് ഇവർക്ക് ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ ഒരു സാധാരണ 10 വയസ്സായ ഒരു കുട്ടി പോലും അല്ലെങ്കിൽ അറിയുന്ന, അല്ലെങ്കിൽ അവൻ പോലും എന്താ പറയാ കാണിക്കാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവിടുത്തെ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തൊരു തോന്നിവാസാണെന്നറിയോ? വഖഫ് ബോർഡ്, ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ അവന് ഓരോ വർഷവും അഡീഷണൽ ആയിട്ട് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് അവന്റെ അവകാശം അരക്കിട്ട് ഉറപ്പിച്ച് ഒരിക്കലും എവിടെ പോയാലും നീതി കിട്ടാത്ത രീതിയിൽ അടച്ചു പൂട്ടി ഭദ്രമാക്കി, അവസാനം ഇനി നിനക്ക് നീതി വേണമെന്നുണ്ടെങ്കിൽ നീ വഖഫിന്റെ കോടതിയിലേക്ക്, വഖഫ് ബോർഡിൽ പോയിട്ട്, സാധാരണ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഒന്നുമല്ല വഖഫിന്റെ മുമ്പില്. അതുപോലത്തെ നിയമങ്ങളാണ് ഉണ്ടാക്കി വെച്ചത്. അപ്പൊ എത്ര ബുദ്ധിപരമായിട്ടാന്ന് ആലോചിച്ച് നോക്കി നോക്ക്. മുൻകൂട്ടിയുള്ള പ്ലാനിംഗ് ആണ്. ഏതെങ്കിലും കാലത്ത് SDPI പറഞ്ഞ പോലെ, ഈ PFI പറഞ്ഞ പോലെ, SDPI പറഞ്ഞ പോലെ അവര് 2045 മറ്റോ അവര് ഭാരതം ഭരിക്കും, അല്ലെങ്കിൽ ഇതൊരു മുസ്ലിം രാഷ്ട്രമാക്കും എന്ന് പറയുന്നതിന്റെ മുന്നോടിയായിട്ട് കോൺഗ്രസ് സർക്കാർ കൂടി പ്ലാൻ ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് അതിന് മാത്രം പണം വാങ്ങിയിട്ടായിരിക്കും ഇവന്മാര് ഈ ജാതി പണികൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക. ഈ വഖഫ് ബോർഡ് ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് കോപ്പ് കൂട്ടിയിട്ടുള്ള കുറെ കോപ്പുകളിൽ ഒരു കോപ്പാണ് ഈ വഖഫ്. മുസ്ലിം രാജ്യമാക്കാൻ നമ്മുടെ ഭാരതം ലോകം മുഴുവനും മുസ്ലിം രാജ്യമാക്കുന്നതിന്റെ മുന്നോടിയായിട്ട് കോപ്പ് കൂട്ടുമല്ലോ. കുറെ യുദ്ധങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ കുറെ കോപ്പ് കൂട്ടില്ലേ? അപ്പൊ ആ കോപ്പ് കൂട്ടി, അതായത് കോപ്പ് എന്ന് പറയുന്ന വാക്കിന് യുദ്ധ സന്നാഹങ്ങള്, കോപ്പ് കൂട്ടുക എന്ന് പറയും, യുദ്ധത്തിന് കോപ്പ് കൂട്ടുക. അപ്പൊ നമ്മളൊരു സംരംഭം നമ്മുടെ മനസ്സിൽ വരുമ്പോ, അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി ഒരു ബുദ്ധിമുട്ട് വരുമ്പോ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുന്ന കൂട്ടത്തില് കോപ്പ് കൂട്ടിയപ്പോ അതിനു വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ലാൻഡുകൾ മുഴുവൻ പിടിച്ചടക്കാനായിട്ട് കോപ്പ് കൂട്ടിയതിന്റെ ഭാഗമാണ് കോൺഗ്രസ് സർക്കാർ. കാരണം ഈ കോൺഗ്രസ് എന്ന് പറയുന്നുണ്ടല്ലോ, അതേതോ പോയി തിന്നാനായിട്ട് 4 നേരം പറയുന്നുണ്ടല്ലോ. ഇന്ദിര പ്രിയദർശിനി, അവരുടെ സത്യമായ പേരെന്തുവാ? അപ്പൊ ഇവരുടെ മുഴുവനും അടിത്തറ നോക്കിക്കഴിഞ്ഞാൽ ഇവര് മുഴുവനും മുസ്ലിംസ് ആണ്. ഇവര് മുഴുവനും ഈ പറയുന്ന ഒരു പ്രത്യേക വിഭാഗക്കാരാണ്. അവരവരുടെ ജാതി ഗുണമാണ് കാണിച്ചത്, അവരുടെ വർഗഗുണമാണ് കാണിച്ചത്. ആ വർഗഗുണത്തിന്റെ പേരിൽ നമ്മുടെ കണ്ണിലൊക്കെ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഇന്ദിരാ പ്രിയദർശിനി. ഇപ്പൊ അതേപോലത്തെ ഇപ്പൊ രണ്ടാമത് വേറൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്ത്? അതുപോലത്തെ സാരി, അതുപോലത്തെ മൂക്ക്, അതുപോലത്തെ കവിള്. മൂക്കും സാരിയും കണ്ണും മറ്റുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇനിയും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മേലെ തൂങ്ങുന്ന വാള് നമ്മുടെ കഴുത്തിൽ വന്ന് വീഴും, കഴുത്ത് കണ്ടിച്ചു പോകും. ഇനിയും നാട്ടുകാര് ഈ പാർട്ടിക്ക് അടിമപ്പെട്ട്, രാഷ്ട്രീയത്തിന് അടിമപ്പെട്ട്, ഞാൻ കോൺഗ്രസ് ആണെങ്കിൽ ഞാൻ മരിക്കും വരെ കോൺഗ്രസ് ആയിരിക്കും, ഞാൻ മാർക്സിസ്റ്റ് ആണെങ്കിൽ ഞാൻ മരിക്കും വരെ മാർക്സിസ്റ്റ് ആയിരിക്കും, ഞാൻ BJP ആണെങ്കിൽ ഞാൻ മരിക്കും വരെ BJP ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതിലൊന്നും യാതൊരു കാര്യവുമില്ല. അതിലൊന്നും യാതൊരു കാര്യവുമില്ല. രാഷ്ട്രീയത്തിലല്ല കാര്യം, രാഷ്ട്രമാണ് വലുത്. രാഷ്ട്രമാണ് വലുത്. നമ്മൾ ജീവിക്കുന്ന മണ്ണ് നമുക്കില്ലെങ്കിൽ നമുക്ക് നാളെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ആ മണ്ണ് തീരെഴുതി കൊടുക്കുന്നവൻ, ആ മണ്ണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചവൻ ആരായാലും അവനെയൊക്കെ വോട്ട് കൊണ്ട് വെട്ടി നിരത്തണം, വോട്ട് ചെയ്ത് വെട്ടി നിരത്തണം. ഇവനെ ഒന്നും വച്ചു വാഴിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതമാർഗം, നമ്മുടെ കുടുംബം, നമ്മുടെ സാധാരണ നിത്യജീവിതം ഇതുപോലെ അലങ്കോലമാക്കിയ ഈ പാർട്ടി നമുക്ക് വേണ്ടെന്ന് നമ്മൾ തീരുമാനിക്കണം. നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം. കണ്ണും മൂക്കും കണ്ട് വോട്ട് ചെയ്തു കഴിഞ്ഞാല് അവനവന്റെ താമസിക്കുന്ന ഇടം ഇല്ലാണ്ടാവും. അതാണ് ഇവന്മാര്. അതിൽ ഞാൻ ഒരു പാർട്ടിയും ഞാൻ വേറെ നല്ലതാണെന്ന് പറയുന്നില്ല.
ഇതുവരെ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇവന്മാര് ഭരിച്ചാൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനിയും ഇവന്മാർക്ക് വളം കൊടുത്താൽ, ഇപ്പൊ കണ്ടല്ലോ, ഇപ്പൊ ഇതിനെതിരെ, വഖഫിനെതിരെ ഒരു ഒരു പുതിയ പൊളിച്ചെഴുത്ത് കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർക്കുന്നവരാണ് മുഴുവനും. അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാ? ഇവന്മാർക്ക് വളം വെച്ചു കൊടുക്കലാണ്. അപ്പോ ഒരു കച്ചവടക്കാരന്റെ സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് അതിനകത്ത് കച്ചവടത്തിന്റെ വേർതിരിവ് മാത്രമല്ല, ഇവന്മാരുടെ മനസ്സിൽ നമ്മൾ എല്ലാവരും ശത്രുക്കളാണ്. അവര് ജൂതന്മാരോട് കാണിച്ചതാവട്ടെ, മറ്റുള്ളവരോട് കാണിച്ചതാവട്ടെ, ആരോട് കാണിച്ചതായാലും ശരി, ഇത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് സംഭവിച്ചത്. നമ്മുടെ റിയാസിക്ക, വിനോദസഞ്ചാരത്തിന്റെ റിയാസിക്ക, നെടുന്തൂണായിട്ടുള്ള റിയാസിക്കാന്റെ കേരളത്തിലാണ് സംഭവിച്ചത്. പാവം 2 ഇസ്രായേലി ദമ്പതികളെ നാണം കെടുത്തി വിട്ടത്. നമ്മുടെ നാട്, കേരളത്തിലുള്ള ജനങ്ങളുടെ നാട്ടിലെ സ്വഭാവം എവിടെയൊക്കെ ചെന്ന് അയാൾ പറയുന്നുണ്ട്, ഞാൻ കംപ്ലൈന്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോപ്പ് ഇവിടെ അടച്ചു പൂട്ടേണ്ടി വരും, ഞാനത് ചെയ്യുന്നില്ല. എന്നിട്ട് അവസാനം അലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ടാണ് അവർ പിരിയുന്നത്. അമ്മയ്ക്ക് നായരെ കെട്ടിക്കാത്തന്റെ കേടാണ് അലൈക്കും അസ്സലാം. എന്തിനു പറയണത്? ഇതൊക്കെ പറയേണ്ട കാര്യം തിന്നാ? അതൊക്കെ അവർക്കുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പാട്, അതൊക്കെ അവർ തമ്മിൽ പറഞ്ഞാൽ മതി, നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളായിട്ട് നമ്മൾ നടന്നാൽ മതി. നമ്മൾ ആരെ കാണെങ്കിലും അവർക്ക് അവരുടെ അസ്സലാമാണ് അവർക്ക് വലുതെന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം സ്വാമി ശരണം, അല്ലെങ്കിൽ ഹരിയോ, നമുക്കറിയില്ല പറയാൻ, അല്ലെങ്കിൽ ജയ് ശ്രീരാം. മാന്യമായിട്ട് പറയടോ ജയ് ശ്രീരാം എന്ന്. എന്ത് നീ പറയുന്നൊക്കെ ഞാൻ അങ്ങ് തൊടാതെ വിഴുങ്ങാന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പൊ ഇവര് പറയും നമ്മൾ വർഗീയത പറയണെന്ന്. വർഗീയത നമ്മളെ കൊണ്ട് പഠിപ്പിച്ചതല്ലേ? ഇവിടെ 8ഉം 8ഉം തിരിയാണ്ട് കിടന്നിരുന്ന ഈ സനാതന വിശ്വാസിയായ ഹിന്ദുവിനെ കൊണ്ട് ഇത്രത്തോളം ചിന്തിപ്പിക്കാനായിട്ട് നിങ്ങളൊക്കെ പ്രേരിപ്പിച്ചതല്ലേ? പ്രേരിപ്പിക്കുകയാണല്ലോ, അതാണല്ലോ ചെയ്യുന്നത്. അളമുട്ടിയാൽ ചേരയും കടിക്കുന്നു ചുമ്മാ പറയണതാണോ? അളമുട്ടിയാൽ ചേരയും കടിക്കില്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ നിലനിൽപ്പ് തന്നെ കഷ്ടത്തിലാക്കുമ്പോ, നമ്മുടെ നിലനിൽപ്പ് തന്നെ ബുദ്ധിമുട്ടിലാക്കുമ്പോ, ഇത് മുഴുവനും ഒരു കിതാബിന്റെ പേരും പറഞ്ഞിട്ട്, കിതാബിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ലോകത്തിലുള്ള സർവമാന മനുഷ്യരുടെ സമാധാനം കളയുമ്പോ, അവന്റെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോ, ഇതേപോലുള്ള തോന്നിവാസങ്ങൾ ഇത് മുഴുവനും, അതായത് ഇപ്പൊ വഖഫിന്റെ പേര് പറഞ്ഞിട്ട് പറയുന്ന പടച്ചോന്റെ സ്വത്താണ്. വഖഫ് പറയുന്നതേ പടച്ചോൻ ഈ പറയുന്ന വിശ്വാസങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കിയത് ആരാ? വെറും മനുഷ്യരല്ലേ? ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ? അവനവന്റെ സ്വന്തം വിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മള് ദൈവവിശ്വാസം എന്ന് പറയുന്ന ഒരു വിശ്വാസം വിശ്വസിക്കുന്നവന് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വിശ്വസിക്കേണ്ട. നീ നിന്റെ മതത്തിനെ വിശ്വസിച്ചോ, ഞങ്ങളുടെ മതത്തിനെ വിശ്വസിക്കാനുള്ള അധികാരം നമുക്കുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, നമുക്ക് നമ്മുടെ വിശ്വാസം. അപ്പൊ നിങ്ങളുടെ വിശ്വാസം ഒന്നുമല്ല, ഞങ്ങളുടെ വിശ്വാസം മാത്രമാണ് ശരി എന്ന് പറഞ്ഞാൽ അതെവിടത്തെ ശരിയാ? ഈ മതേതര രാജ്യത്ത് വന്നിട്ട് ഞങ്ങളുടെ മാത്രം വിശ്വാസമാണ് വലുത്, ഞങ്ങൾക്ക് മാത്രമേ വിശ്വാസമുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തുടങ്ങാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, കിതാബിന്റെ പുസ്തകം പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയണേന്നുണ്ടെങ്കിൽ ഐ എം വെരി സോറി. കാരണം കിതാബൊക്കെ എല്ലാവർക്കും ഒരുപാടുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്ന കിതാബുകളൊക്കെ എല്ലാവർക്കും ഉണ്ട്. കിതാബും പൊക്കി പിടിച്ച് മറ്റുള്ള വർഗ്ഗക്കാരും ഇവിടെ ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഒന്നും പൊടി പോലും ഈ ഭൂമിയിൽ അവശേഷിക്കില്ല. നിനക്കൊരു കിതാബല്ലേ ഉള്ളൂ, നമുക്ക് ഒരുപാട് കിതാബുണ്ട്. ആ കിതാബൊക്കെ അങ്ങോട്ട് വായിച്ചിട്ട് ആ കിതാബിൽ എഴുതി വെച്ചത് അതുപോലെ ഇവിടുത്തെ ഓരോ ഹിന്ദുവും അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പൊന്നു മക്കളെ, ഈ പറയുന്ന നിങ്ങളൊന്നും പിന്നെ ഒന്നുമല്ല. അതുകൊണ്ട് കിതാബും പൊക്കി പിടിച്ചോണ്ട് അവനവന്റെ കുടുംബത്തിരുന്നിട്ട് ഓരോരോ പരിപാടി ചെയ്യാൻ, നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഇതുപോലെ പരിപാടി തോന്നിത്തരം കാണിക്കരുത്. കാണിച്ചാൽ അത് നല്ലതിനാവില്ല. ഈ ലോകത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളും വേർതിരിഞ്ഞിട്ട് ഒരു പ്രത്യേക വിഭാഗക്കാരെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഏകദേശം ഒറ്റപ്പെട്ട മട്ടാണ്. കാരണം ആർക്കും തമ്മിൽ വിശ്വാസമില്ല. എന്റെ വീടാണെങ്കിലും നിന്റെ വീടാണെങ്കിലും ഇപ്പൊ നമ്മുടെ നാട്ടില് മുസ്ലിംസിനുണ്ടാവും ഒരുപാട് പ്രോപ്പർട്ടികൾ. ഈ വഖഫിന്റെ പേരും പറഞ്ഞിട്ട് ഇനി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ പറയുന്ന ഈ പ്രത്യേക വിഭാഗക്കാരുടെ കയ്യിൽ നിന്ന് ഒരു ഭൂമി മേടിക്കാൻ തയ്യാറാവോ? ഇവന് വിശ്വസിച്ചിട്ട് ഒരു വാടകയ്ക്ക് ഒരു വീട് കൊടുക്കാൻ തയ്യാറാവോ? ഇത് ഇവര് തന്നെത്താനാണ് ഈ പറയുന്ന എന്താ പറയാ, ഈ ഭസ്മാസുരന് വരം കൊടുത്ത പോലെ ഈ വഖഫ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഭസ്മാസുരന് വരം കൊടുത്ത പോലെ ഇതാണ്. ഇവന്റെ നേരെ ചൂണ്ടിക്കഴിഞ്ഞാൽ ഇവൻ തന്നെ അവസാനിക്കാൻ പോകുന്ന അവസ്ഥയാണ്. അതല്ലേ സംഭവിക്കാൻ പോകുന്നത്? വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ? ഏതൊരു കാര്യത്തിലും, കച്ചവടത്തിലായാലും കുടുംബത്തിലായാലും നാട്ടിലായാലും രാഷ്ട്രീയത്തിലായാലും ഏത് കാര്യങ്ങളിലായാലും വിശ്വാസമാണ് വലുത്. ആ വിശ്വാസം നീ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അപ്പൊ പിന്നെ നിന്നെ ആരെങ്കിലും വിശ്വസിക്കുവോ? ഇല്ല. പ്രവൃത്തി മൂലമാണ് കർമ്മ അനുഭവിക്കുന്നത്. അപ്പോ വഖഫിന്റെ കാർഡ് മിളക്കി കളിക്കുമ്പോ ആ കാർഡൊന്നും ഇവിടെ ചെലവാവാൻ പോണില്ല. കുറച്ചു കാലത്തേക്കൊക്കെ ബുദ്ധിമുട്ടിക്കാം. കാരണം
ഈ സൂര്യഗ്രഹണം നടക്കുമ്പോ മണ്ണിരയ്ക്കും ഇച്ചിരി മതം പൊട്ടുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ആ മണ്ണിരയ്ക്ക് മതം പൊട്ടിയ പോലെയാണ് ഇപ്പൊ ഈ കടന്നു കാണിക്കുന്ന വഖഫ്. അത്രേ ഉള്ളൂ. ആ മതം പൊട്ടലൊക്കെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഭൂമിയിൽ തന്നെ ജീവിക്കണം, ഇവിടെ തന്നെ ജീവിക്കണം, പരസ്പരം തമ്മി കണ്ടുകൊണ്ട് തന്നെ നിനക്ക് ജീവിക്കണം. നിന്റെ കച്ചവടമാണെങ്കിലും നിന്റെ ജോലിയാണെങ്കിലും നിന്റെ വീടാണെങ്കിലും നിന്റെ കൂടാണെങ്കിലും എന്തു മാങ്ങാത്തൊലിയാണെന്നുണ്ടെങ്കിലും ഈ ഭൂമിയിൽ തന്നെ ജീവിക്കണം. പടച്ചോന്റെ സ്വർഗത്തിൽ പോയിട്ട് 72 ഹൂറികളായിട്ട് അത് പിന്നെയല്ലേ. തൽക്കാലം ഇവിടെ ജനിച്ച് 10-70 വയസ്സ് വരെയെങ്കിലും, മിനിമം 70 വയസ്സായെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കണമല്ലോ. ആ ജീവിക്കുന്ന കാലയളവിൽ നീ വിശ്വാസം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നിന്നെ ആര് വിശ്വസിക്കും? ഇത് ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നമായിട്ട് പരസ്പരം ഓരോ ഈ പ്രത്യേക വിഭാഗക്കാർ പരസ്പരം ചോദിക്കേണ്ട ചോദ്യമാണ്. നമുക്കൊരു പ്രശ്നവുമില്ല. നിങ്ങള് ഓരോരുത്തരുടെ ഭൂമി ചൂണ്ടിയിട്ട് ഇത് എന്റെയാ, അതും എന്റെയാ, ഇതും എന്റെയാന്ന് നിങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും നടക്കാൻ ഓടാ പുല്ലേന്ന് പറയും, ഓടാ പുല്ലേന്ന് പറയും. അത്രേ ഉള്ളൂ. തലയ്ക്ക് മേലെ വെള്ളം വന്നാൽ അതുക്ക് മേലെ തോണി. നമ്മുടെ തലയ്ക്ക് മേലെ വെള്ളം വന്നാൽ അതിന്റെ മേലെ തോണി. 2 പ്രാവശ്യം നമുക്ക് ഫ്ലഡ് വന്നിട്ട് നമ്മൾ അതിനെ അതിജീവിച്ചവരാണ്. കൊറോണ വന്നിട്ടും അതിജീവിച്ചവരാണ്. അപ്പൊ നിങ്ങൾ ഈ വക്ക് പൊട്ടിയ വക്കപ്പ് എന്നും പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിക്കാൻ വരണ്ട. നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾക്കാണ് വിശ്വാസം നഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് നാളെ ഒരു മനുഷ്യൻ നിങ്ങളുടെ ഭൂമി മേടിക്കാനോ നിങ്ങൾക്ക് ഭൂമി വിൽക്കാനോ നിങ്ങൾക്കൊരു സാധനം തരാനോ നിങ്ങളുമായിട്ടൊരു ഇടപാട് നടത്താനോ ഈ ഭൂമിയിൽ ഒരാളും തയ്യാറാവില്ല. മൂക്ക് കിഴിപ്പിട്ടുള്ള തലയ്ക്കകത്ത് വെളിവുള്ള ഒരു മനുഷ്യനും തയ്യാറാവില്ല. അപ്പൊ ആരുടെ ജീവിത ദുസ്സഹമാവാൻ പോകുന്നത്? പടച്ചോനെന്ന മോള. അത് വെറും വിശ്വാസമാണ്. പടച്ചോനുണ്ടെന്നൊക്കെ പറയുന്നത് യേശുവാണ് അല്ലെങ്കിൽ കൃഷ്ണനാണ്. ഇതൊക്കെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസമല്ലാതെ നമ്മുടെ നാട്ടില് ജനിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ അവസാനിക്കുന്നത് വരെ നമുക്ക് ജീവിക്കണം സമാധാനമായിട്ട് എന്ന് പറയുന്ന ഈ പ്രത്യേക സമാധാന മതം. ഈ സമാധാനം എന്ന് പറഞ്ഞാൽ ഈ സമാധാന മതം ഹെഡ് ഓഫീസ് ആണ്. എന്ത്? പ്രത്യേക മതവിഭാഗക്കാരുടെ പ്രത്യേക സമാധാന മതമാണ്. ആ സമാധാന മതക്കാരോടാണ് ഞാൻ പറയുന്നത്, സമാധാന മതമേ ജനിച്ചാൽ അവസാനിക്കുന്നത് വരെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം. പരസ്പര വിശ്വാസമില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ വലിയ പാടാ. നിന്നെ എന്നും ഒരാള് സംശയ ദൃഷ്ടിയോടുകൂടി കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു. ഈ മനുഷ്യന്റെ മനസ്സിലെ സംശയങ്ങളൊന്നും മാറ്റാനായിട്ട് പടച്ചവനോടൊന്നും താഴോട്ട് ഇറങ്ങി വരില്ല. ഇവിടെ നീ ഉണ്ടാക്കി വെക്കുന്ന സർവമാന തോന്നിവാസങ്ങൾ നീ അനുഭവിച്ചു തന്നെ പോണം. ഈ ഭൂമിയിലെ സ്വർഗവും നരകവും എല്ലാം ഇവിടെ തന്നെയാണ്. അത് ഇവിടെ തന്നെ അനുഭവിച്ചിട്ടേ ഇത് പോവുള്ളൂ, ഉറപ്പാണ്. അപ്പോ ഈ പറയുന്ന വക്ക് പൊട്ടിയ വക്കഫിന്റെ ഈ പരിപാടികളൊക്കെ സത്യമാണെങ്കിൽ ഒരു നിസാര കാലങ്ങളെ ആയിട്ടുള്ളൂ ഈ പറയുന്ന മതങ്ങളൊക്കെ ഇവിടെ വന്നിട്ട്. അതും നമ്മുടെ വിശ്വാസം ശരിയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് വന്ന ആൾക്കാരാണ്. നമ്മളെ സ്വീകരിച്ചവരാണ് ഇവർക്ക് ചെല്ലും ചെലവും കൊടുത്ത്, ഇവർക്ക് പെണ്ണും പടക്കോഴിയും കൊടുത്ത്, ഇവർക്ക് കയറി കിടക്കാൻ ഇടവും കൊടുത്ത്, ഇവർക്ക് പ്രാർത്ഥിക്കാൻ പള്ളി ഉണ്ടാക്കി കൊടുത്ത്, ഇവന് സർവമാന സാമാനങ്ങൾ ഉണ്ടാക്കി കൊടുത്ത്. അത് പണ്ടത്തെ പൂർവികരെ തല്ലാൻ ആൾക്കാരില്ലാണ്ടാണ്. കാരണം നമുക്ക് മതേതരം വേണമല്ലോ, നമുക്ക് മതേതരം പുഴുങ്ങി തിന്നണ്ടേ 4 നേരം. അപ്പൊ അതിനുവേണ്ടി കിടക്കാൻ വരെ ഇടം കൊടുത്ത ഈ ഒട്ടകങ്ങളെ, ആ ഒട്ടകങ്ങള് പതിയെ നമ്മുടെ ജീവനും സ്വത്തിനും ഒക്കെ അപഹരണം പറഞ്ഞിട്ട് ഇപ്പോ നമ്മുടെ കിടപ്പാടം വരെ ഇല്ലാണ്ടാക്കിയ അവസ്ഥയിലേക്ക് എത്തി. അതാണ്. എന്നിട്ട് ഇപ്പോഴും ഇത്രത്തോളമായിട്ടും, അതായത് കഴുത്തുവരെ ഇവിടെ വരെ എത്തി, മുങ്ങാറായി. എന്നിട്ടും മതേതരം പുഴുങ്ങി തിന്നുന്ന കുറെ അവന്മാരുണ്ട് നമ്മുടെ നാട്ടിലെ ഓഫറുകള്. ഇവർക്കൊക്കെ ഇപ്പോഴും മതേതരം 4 നേരം പുഴുങ്ങി തിന്നണം. അപ്പൊ പറയാണ് നല്ലവരുണ്ട് കെട്ടവരുണ്ടെന്ന്. അതിപ്പോ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പട്ടിക്കാട്ടം 10 മുറിച്ചു കഴിഞ്ഞാൽ അത് ഏത് നല്ലത് ഏത് കൊട്ടാ എനിക്കറിയാൻ പാടില്ല, നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. ഞാൻ സ്റ്റാൻലി സാറിന്റെ ഡയലോഗ് കടമെടുത്തതാ, ഞാൻ അതിന് എന്നെ പറയണ്ട. ഇത്രത്തോളം ഒരാൾക്ക്, അതായത് നമ്മുടെ ഭൂമിയിൽ വന്ന് ഉണ്ണാനും ഉറങ്ങാനും കിടക്കാനും ഇടം തന്നവരെ തന്നെ നമ്മള് അവരുടെ കഴുത്തിന് കത്തി വെക്കുന്ന രീതിയിലുള്ള പരിപാടികൾ അങ്ങ് തിരിച്ചു കൊടുത്തോണ്ടിരിക്കുക. നല്ല സമാധാന മതം. എന്നിട്ട് ആ മതത്തിന് പേരിട്ടിരിക്കുന്നതാണ് എന്ത്? സമാധാന മതം. എവിടെ കിട്ടും ഇത്ര വലിയ സമാധാനം? ഓരോ മനുഷ്യൻ അവന്റെ അരിമണി കൂട്ടി വെക്കുന്ന പോലെ ഓരോ മണിയും കൂട്ടി വെച്ച് ഉണ്ടാക്കി അവന്റെ കിടപ്പാടവും അവന്റെ കയറി കിടക്കുന്ന വീടും അവന്റെ പറമ്പും അവന് ജീവിതം വരെ ദുസ്സഹമാക്കി തീർക്കുന്ന ഈ വർഗം ഇത് മുഴുവൻ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? അങ്ങ് മേളിൽ പോയിട്ട് 72 ഹൂറികളെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാന്ന് കേൾക്കുമ്പോഴാണ് ഈ സമാധാന മതത്തിനോട് അങ്ങേയറ്റം ബഹുമാനം തോന്നുന്നത്. വന്ന് കച്ചവടത്തിൽ വരെ പറയാൻ തുടങ്ങി. നീ ജൂതനാണെങ്കിൽ എന്റെ കടയിലേക്ക് കയറണ്ട,
നീ സനാതനിയാണെങ്കിൽ എന്റെ കടയ്ക്ക് കയറണ്ട, നിനക്ക് സാധനമില്ല. അവിടെ വരെ എത്തി കാര്യങ്ങൾ. ഇതിനെ താരാട്ടുപാടി കൊണ്ടു നടക്കുന്നത് ആരാണ്? നമ്മുടെ സർക്കാരാണ്. ടൂറിസം വേണം നമുക്ക്, ടൂറിസം. നമ്മുടെ കേരളത്തിന്റെ നാടങ്ങ് സർവ്വദിക്കും കടന്ന്, കടലും കടന്ന് സർവ്വദിക്കിലും ചെന്നിട്ട് അങ്ങ് അലയടിക്കുവാണ്. എന്ത്? ഇവിടുത്തെ സമാധാനം, ഇവിടുത്തെ സമാധാന മതം അങ്ങ് അലയടിക്കുക ലോകം മുഴുവൻ. നാണം കിട്ട് തല താഴ്ത്താനായിട്ട്, പൊന്നു മലയാളികളെ, നമുക്ക് നാണം കിട്ട് തല താഴ്ത്താൻ. ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയോ? പടച്ചോന് വേണ്ടിയിട്ടാണ്. അതാണൊരു സമാധാനം. എനിക്കിത് കണ്ടപ്പോൾ പറയാതിരിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പൊ ഈ സമാധാന മതക്കാര് തന്നെ ചിന്തിക്കണം. ആദ്യം ജനിക്കണം, ജനിച്ച് ഈ ഭൂമിയിൽ ജീവിക്കണം, ജീവിച്ച് പോയി കഴിഞ്ഞ് ചത്തുപോയി കഴിഞ്ഞതിന് ശേഷം മേളിൽ ചെന്നിട്ടാണ് ഹൂറികള്. അത് നീ ഹൂറിയുടെ കൂടെ പ്രാപിക്കുവോ കിടക്കുവോ എന്തോ ചെയ്യേ, നമുക്ക് നമ്മുടെ വിഷയങ്ങളല്ല. പക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ഒരിത്തിരി സമാധാനം താടേ. സമാധാന മതക്കാരോടെ ഞാൻ പറയുന്നേ, ഇത്തിരി സമാധാനം താ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചോദ്യം ചെയ്യേ ഈ തോന്നിവാസങ്ങളെ. സ്വന്തം ഒരു വർഗവിഭാഗത്തിന് എന്താ പറയുക, വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുമെന്ന് നിങ്ങളൊന്ന് സ്വയം ഒന്ന് ചിന്തിക്ക്. ഈ പരസ്പരം ഈ വായ തോന്നിയ മാതിരിയുള്ള തോന്നിവാസങ്ങൾ മുഴുവനും വിളിച്ചു പറഞ്ഞ് ഈ തലയ്ക്കകത്തോട്ട് കയറ്റി മനുഷ്യന്റെ ഉള്ള സമാധാനം ഇല്ലാണ്ടാക്കുന്ന എല്ലാ ഉസ്താദ് പിന്നെ ചേട്ടന്മാരോട് ഞാൻ ചോദിക്കുകയാണ്, വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കും? അതിനൊരു ഉത്തരം എന്താ? നിങ്ങൾ തന്നെ താ ഒരു ഉത്തരം. നിങ്ങൾ പറയുന്നുണ്ടല്ലോ വലിയ വായില്. ഈ മതത്തിന്റെ തലപ്പത്തിരിക്കുന്ന മതമേൽ അധ്യക്ഷന്മാരെ നിങ്ങൾ തമ്മിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ നാടിന്റെ പോക്ക് വളരെ കഷ്ടത്തിലാവും, വളരെ വളരെ മോശത്തിലേക്കാവും. കാരണം മറ്റുള്ള വിഭാഗക്കാർക്കും ഇവിടെ ജീവിക്കണം. മറ്റുള്ള വിഭാഗക്കാരും മനുഷ്യനാണ്. ഞങ്ങൾ മനുഷ്യരല്ല നിങ്ങളുടെ കണ്ണില്, അത് ശരി, സമ്മതിക്കുന്നു. പക്ഷെ നമ്മളും മനുഷ്യരാണ്. നമുക്കുമുണ്ട് ഇതുപോലത്തെ വിശ്വാസ ഗ്രന്ഥങ്ങളും ഈ പറയുന്ന വിശ്വാസങ്ങളും ഈ പറയുന്ന സർവ്വസംഗതികളും എല്ലാം നമുക്കും ഉണ്ട്. പക്ഷെ നമ്മളൊരു പരിധി വിട്ടിട്ട് അതിന് അഡിക്റ്റ് ആവാറില്ല. നമ്മള് കൊള്ളേണ്ടത് കൊള്ളും, തള്ളേണ്ടത് തള്ളും. അത് പഠിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ വളർന്നത്. നിങ്ങളും അതുപോലെ ആയില്ലെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൽ ചോദ്യം ചെയ്യപ്പെടും, നിങ്ങളുടെ കാര്യം അവതാളത്തിലാവും. അല്ലാതെ നമുക്ക് വേറെ കൂടുതലായിട്ട് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഭൂമിയിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ വഖഫിന്റെ ചീട്ടിറക്കി കളിച്ചാലും മറ്റുള്ള നാളിന് വേറൊരു ചീട്ടിറക്കി കളിച്ചാലും ഈ രാഷ്ട്രീയക്കാർ ഇതൊക്കെ ഉണ്ടാക്കി വെക്കാനേ പിന്നെ പറ്റുള്ളൂ. അനുഭവിക്കാൻ നിങ്ങൾ മാത്രമേ കാണുള്ളൂ. അത് ചിന്തിക്കുക, ഇനിയെങ്കിലും ചിന്തിക്കുക. നമ്മള് ഓരോ രാഷ്ട്രീയത്തിനും അടിമപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. 3 രാഷ്ട്രീയക്കാർ, 3 രാഷ്ട്രീയ പാർട്ടികളല്ല, 4 10 എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടികളോട് അവരെ മുഴുവനും ഒരുമിച്ച് നിർത്തിയിട്ട് ഞാൻ പറയുന്നത്, രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടിട്ട് കാര്യമില്ല. ഓരോ വ്യക്തികളും നാട്ടിൽ ചെയ്യുന്ന നന്മ എന്താണോ ആ നന്മ തിരിച്ചറിഞ്ഞിട്ട് അവന് വോട്ട് ചെയ്യണം. അല്ലാണ്ട് രാഷ്ട്രീയം നോക്കിയിട്ടോ ജാതി നോക്കിയിട്ടോ വോട്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾക്ക് രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടിട്ട് അതിന്റെ ആവശ്യമില്ല. നമ്മൾ എന്തായാലും ജനാധിപത്യ ഭരണമാണ്. നമുക്ക് എന്തായാലും ഇലക്ഷൻ നടത്തി അതിൽ വോട്ട് ചെയ്ത് ജനങ്ങളെ തെരഞ്ഞെടുത്ത് വിജയിപ്പിച്ചേ പറ്റുള്ളൂ. നമ്മുടെ സിസ്റ്റം അതാണ്. അപ്പൊ നമ്മള് ഈ അടിമത്വം മാറ്റിയിട്ട്, രാഷ്ട്രീയ അടിമത്വം മാറ്റിയിട്ട്, നന്മ ആരാണോ ചെയ്യുന്നത്, നാട്ടിൽ ആരാണോ നന്മ ചെയ്യുന്നത്, നാട്ടിൽ ഏത് വ്യക്തിയാണോ നല്ല മാതിരി ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നത്, ആരാണോ സ്വാർത്ഥ ചിന്ത ഇല്ലാത്തത്, ആരാണോ രാജ്യസ്നേഹിയായത്, അവരെ പോലുള്ളവരെ വിജയിപ്പിക്കുക. ഇല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ വഖഫ് പോലെ നാളെ വേറെന്തെങ്കിലുമൊക്കെ വരും നമ്മുടെ തലയ്ക്ക് മേലെ വാളായിട്ട്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളോടും കൂടെ ഈ പറയുന്ന സംഗതി, നമ്മുടെ നാട്ടിലുണ്ടായ ഒരു വളരെ നാണം കെട്ട ഒരു ഏർപ്പാട്, വളരെ നാണം കെട്ട ഒരു പ്രവൃത്തിയായി പോയി. അതെനിക്ക് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ വന്നത്. ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു.